നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഏതാ സാറേ പുതിയ കേസ്? വീഡിയോ ലീക്കായി. എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാം ലീക്കായതാണ്. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് സെയിൽ ചെയ്തു. എന്തോന്ന് കാശ് ഉണ്ടാക്കുന്നു. നേരാ സാറേ, 5000 രൂപ പോലും ഓരോരോ തട്ടിപ്പുകളെ. എന്നിട്ട് 5000 കൊടുത്തോ? തോന്നി. അപ്പോ നന്നായിട്ട് രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയോ വഷളായി വേണ്ടാത്ത കഥകൾ ഓതിക്കൊടുത്ത് ഈ പിള്ളേരെ കൂടെ വഴിതെറ്റിക്കരുത്. അപ്പോഴാണ് ഒരു സ്റ്റാൻഡായി വരുന്നത്. കിട്ടിയാ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, നിനക്ക് വേണമെങ്കിൽ മതി. പിന്നെ വേറൊരു കാര്യം, ആ വീഡിയോ എടുത്ത് ട്വിറ്ററിലും അതിലും ഇതിലൊക്കെ ഇടുന്നുണ്ട്. നിയമത്തോർത്ത് അങ്ങനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ. അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ? ഒച്ചയായിട്ടവർക്കാണോ കേസ്? ദൈവത്തോർത്ത് ഞാൻ കാല് പിടിക്കാം. ആള് ഞാൻ വിചാരിച്ചേക്കാൻ എടുക്കാനാണല്ലേ. നിലവിൽ ഞാൻ തന്നെയാണ് ജീവിക്കുന്നത്. ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. വീട്ടിൽ നിന്ന് വന്ന പേര് ഞാൻ ചെയ്യാതെ തന്നെ എനിക്ക് ഇതിനൊരു പേര് വന്നു. അപ്പൊ ദൈവത്തോർത്ത് അത് പിന്നെ ഞാൻ എങ്ങനെ ആയത്? ഒരു പ്രത്യേക ജീവിതല്ലേ? പിന്നെ ഇത് നിർത്തുകയെന്നല്ല, ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. പൈലറ്റ് ആവാനായിട്ട് ഉണ്ട് ഒരാഗ്രഹം ഉണ്ടാക്കും. അതുകൊണ്ട് 20 ലാഖൊക്കെ കെട്ടണം. എന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. പുതിയ ജനറേറ്റർ അല്ലേ? ജനറേഷൻ ജനറേഷൻ എന്നും പറയും, റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയും, പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. കുളങ്ങര ഭരണി നാളിൽ